ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ എൻ്റെ ഡേ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ എന്തോ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ ഇന്ന് തിരിച്ചു പോവുകയാണ്. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം, ചിലപ്പോൾ എന്നല്ല, അതന്നെയാണ് സംഭവം. പൊതുവേ ഞാൻ ഇവിടെ വന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും തോന്നലില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പനിയൊക്കെ ആയിട്ട് വന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് അധിക ദിവസം ഇവിടെ അങ്ങോട്ട് നിൽക്കുക, ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിക്കോട്ടേ എന്ന്. അതുകൊണ്ടാണ് ഈ കാര്യം ഇന്ന് എനിക്ക് ടെൻഷൻ ഇട്ടാ. ഞാനിപ്പോൾ വന്നിട്ട് 10 ദിവസമായി. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ 10 ദിവസത്തിൻ്റെ വരെ നിൽക്കുന്നത്. പൊതുവേ 4-5 ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചു പോക്കുണ്ട്. അതും 2 മാസം കൂടുമ്പോഴൊക്കെ കേട്ടോ ഞാൻ നിൽക്കാൻ വരല്. എല്ലാവരും എന്നോട് പറയലുണ്ട്, ഒരു മാസം കെട്ടിച്ച് പരി നിന്നാൽ ഒരു 15 ദിവസമെങ്കിലും സ്വന്തം പരി വന്ന് നിൽക്കലുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ എന്തോ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ മുതലേ എങ്ങനെയാണ്, ഒരു 2 മാസം കൂടുമ്പോൾ 4 ദിവസം 5 ദിവസം, ഏറിപ്പോയ ഒരാഴ്ച, അത്രേ ഉണ്ടാവലുള്ളൂ. ഞാൻ നീക്കണീൻ്റെ മുന്നേ തന്നെ എൻ്റെ അല്ലുമോ നീച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. സ്കൂളില്ലാത്ത ദിവസം ഓനെ ആരും കുത്തിപ്പൊക്കണ്ട, ഓനെ ആരും വിളിക്കും വേണ്ട. സ്കൂളുള്ള ദിവസമാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു നുള്ളെങ്കിലും ഓനക്ക് കിട്ടണം, എന്നാലേ ഓൻ അങ്ങോട്ട് നീക്കുള്ളൂ. പക്ഷേ ഈ സ്കൂളില്ലാത്ത ദിവസം എവിടുന്നാ എന്താന്നാവോ ഓന് കാണാൻ അങ്ങനെ നീച്ച് പോയിരുന്നിട്ടാ. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ നീക്കണ്ട, അവിടെ തന്നെ കിടന്നു. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഉമ്മമ്മ ഉണ്ടല്ലോ, ഉമ്മമ്മ ചായയൊക്കെ തന്നോളൂ എന്ന്. പിന്നെ ഉമ്മയുള്ള സമാധാനത്തിൽ ഞാനങ്ങനെ കിടക്കും ചെയ്യും. അവസാനം ചായയും കടിയൊന്നും കുടിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഓനക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെ അപ്പോത്തിന് എനിക്ക് എന്തെങ്കിലും പണിയെടുക്കാമല്ലോ. എൻ്റെ അമ്മ എത്ര നേരം വിളിച്ചാലും വാതിൽ തുറക്കൂല കേട്ടാ. അടുക്കളൻ്റെ വാതിൽ തുറന്ന് ഇട്ട് പണിയെടുക്കണം എൻ്റെ അമ്മക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനാണ് അത് തുറക്കണത്. എനിക്ക് പണിയെടുക്കുമ്പോൾ അങ്ങനെ വാതിലും ജനലൊക്കെ തുറന്നിടണം. ഞാൻ അവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളുള്ളൂ, ആകെ 3-4 പ്ലേറ്റും 2-3 ചട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പെട്ടെന്ന് അത് മോറി വെക്കാം, എന്നാൽ കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആയിക്കോളല്ലോ എന്ന്. നമ്മളെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് മീനും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ പെരയിൽ ഫ്രിഡ്ജിലാണ്. അപ്പോൾ അത് എടുത്ത് കൊണ്ടുവരണം. അതിൻ്റെ അടിയിൽ ഞാൻ വിചാരിച്ചു പാത്രം കഴുകി വെച്ചിട്ട് അത് എടുക്കാൻ പോവാന്ന്. പാത്രം മോറൽ ഇവിടെ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് സിങ്ക് ചെറുതായതുകൊണ്ടാണ്. പിന്നെ വെള്ളം തന്നെ പൈപ്പിൽ കുറച്ച് വരുവുള്ളൂ. എന്നാലും പെട്ടെന്ന് കഴിയും, നമ്മൾ കുറച്ചാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. എൻ്റെ അമ്മ ഇന്ന് മേലെ വാർപ്പിൻ്റെ മേലെ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചാറി മഴ ഉള്ളതുകൊണ്ട് അതിന് നിൽക്കാതെ വേഗം മുറ്റടിക്കാൻ പോയിക്കണ്. ഉമ്മ മുറ്റടിക്കാൻ പോയാൽ കുറേ ടൈം എടുക്കും ട്ടോ. ഒന്നാമത് കുറേ മിറ്റുണ്ട്, അത് മൊത്തമൊന്നും നമ്മളതല്ല, അതിര് കെട്ടാത്തത് കൊണ്ട് മൊത്തത്തിൽ നമ്മൾ അടിച്ചു വാരണം, എന്നാലല്ലേ ഒരു വൃത്തി തോന്നുള്ളൂ. ഇമ്മ മുളക്കണ പുല്ലൊക്കെ പറിച്ചിട്ടിട്ടാണ് മുറ്റടിക്കുക. ഞാൻ അങ്ങനെയല്ല, അങ്ങനെ കണ്ണ് കണ്ട കച്ചറകളൊക്കെ അടിച്ചൊരി കണ്ട് അങ്ങോട്ട് പോകും. നമ്മളെ പെരി വരുമ്പോഴല്ലേ നമുക്ക് ആക്കം പോലെ ഇങ്ങനത്തെ തട്ടിക്കൂട്ടിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതാ എൻ്റെ അമ്മയോട് പറയും. എൻ്റെ അമ്മ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂട്ടെ. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഇക്കാര്യം തന്നെയാണ് എനിക്ക് ഉറപ്പ്. ഇപ്പം ഞാൻ അല്ലുമോനെ ഉമ്മാൻ്റെ പെരിക്ക് പറഞ്ഞയച്ചിരിക്കണേ. അവിടെ അമ്മായി ഓട്ടട ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ഒരു ഓട്ടട എടുത്തുകൊടുന്നുകൊണ്ട് അസാനുവിന് കൊടുത്തു നോക്കാന്നാണ് എൻ്റെ പ്ലാൻ. ഓന് ദോശ തിന്ന് മടുത്തുക്കണേ തോന്നുന്നത്. എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് പോയി നോക്കിയപ്പോൾ വള്ളത്തിലാണ് ഓൻ്റെ കളി. കഴിഞ്ഞ ദിവസം അവനക്ക് പനിയായിരുന്നു. ഞാൻ ഓനായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഓൻ തലൊന്നും നനച്ചിട്ടില്ല. പിന്നെ അല്ലുമോൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും നേരാക്കി വെച്ചില്ലെങ്കിൽ നാളെ അതൊരു ഭയങ്കര പണികരം. പക്ഷെ ഇന്ന് ഞാൻ പോവായതുകൊണ്ട് അത് ക്ലീനൊക്കെ ആക്കി കൊണ്ടുപോകണതല്ലേ അതിൻ്റെ ഒരു ബസ്. അപ്പം ഞാൻ ബാഗിൽ നിന്ന് അതൊക്കെ എടുത്ത് സെറ്റാക്കി മോറാന്ന് വിചാരിച്ചുട്ടാ. ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഒരു 9:30 ടൈമിലാണ് എൻ്റെ ബ്രദറും എൻ്റെ അപ്പയൊക്കെ വിളിക്കല്. അപ്പോൾ ഓരോട് സംസാരിച്ചിട്ടാണ് പണിയെടുക്കുക. അമ്മ ഓരോട് സംസാരിക്കും, ഇടയിൽ ഞാനും സംസാരിക്കും, അങ്ങനെയാണ് പണിയെടുക്കുക. അപ്പോൾ ഓരോ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും നല്ല സുഖമാണ്, എനിക്കത്ര സുഖമൊന്നും ഉണ്ടാവില്ല, കാരണം എനിക്ക് പെൺകുട്ടികളില്ലല്ലോ എന്ന്. ഒന്ന് സഹായിക്കാൻ നമുക്ക് നമ്മളെ പെൺമക്കളല്ലേ ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മാൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെൺമക്കൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെ. നമുക്കൊന്ന് വെയ്യ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചാനൊക്കെ ഒരു മോളെങ്കിലും വേണ്ട. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ കാര്യത്തിൽ അതില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ കാര്യം. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് 2 മരുക്കളുണ്ടാവുമല്ലോ, 2 ആൺകുട്ടികളായതുകൊണ്ട്, അപ്പം എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷെ പെൺകുട്ടികളുള്ളത് ഒരു മുതൽ തന്നെയാണ്. പിന്നെ അതാ അസാനുവിന് ഇന്ന് ഞാൻ പുറത്ത് വെച്ച് കണ്ടാണ് ചായ കൊടുക്കണത്. എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ചിട്ടെങ്കിൽ എന്ന് എൻ്റെ മനസ്സിൽ. എന്തോ ഓൻ രാവിലെ ചായയൊക്കെ എന്നും കുടിക്കലുണ്ട്, കുറുമ്പൊന്നും കാട്ടലില്ല. പക്ഷെ എന്താ ദോശ തിന്ന് മടുത്തതുകൊണ്ടാണോ എന്നാവോ എനിക്കറിയില്ല. പിന്നെ ഒരു വിധത്തിൽ ഓനെ കൊണ്ട് അതൊക്കെ തിന്ന് തീറ്റിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. എന്നും ഞാൻ പറയില്ല, 2 വട്ടം ഇവിടെ അടിച്ചു വാരലുണ്ട്, എന്നാലും എന്നും കച്ചറ ഉണ്ടാവും. ഞാൻ വിചാരിക്കും ഇത് എവിടുന്നാണ് ഈ കച്ചറൊക്കെ ഇങ്ങനെ കയറി വരുന്നതെന്ന്. എൻ്റെ മക്കളല്ലാതെ ആരാ പരത്താൻ ഇവിടെ? ഓര് പരത്തണ തന്നെയാണ് ഇത് മൊത്തം. നമ്മളിവിടെ കെടുക്കലില്ലെങ്കിലും ബെഡ്ഷീറ്റിലൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ. അതങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് പൊടി പിടിക്കില്ല. ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും ഒക്കെ കണക്കാണ്. അപ്പം എന്നും അത് തട്ടിക്കൊട്ടണം. ഈ അകത്തത്തെ ഈ കച്ചറൻ്റെ മെയിൻ കാരണക്കാരൻ അല്ലുമോനാണ്. അവസാനം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുന്ന് കളിക്കൂല.
പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചോറ് അനങ്ങിയിട്ടില്ല. ഞാനും ഉമ്മയും കോട്ടയൊക്കെ പോയപ്പോൾ ബിരിയാണി കഴിച്ച്. വൈകുന്നേരത്തിന് കുറച്ച് പൊറാട്ട വാങ്ങി കൊണ്ടുവന്ന് മീനും മുളകിട്ട് പൊറാട്ട കൂട്ടി അങ്ങോട്ട് അടിച്ച്. അപ്പോൾ ആ ചോറ് അതേപോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞ് വേറെ ചോറ് ഉണ്ടാക്കണ്ട, ആ ചോറ് തന്നെ നമുക്ക് അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് ഊറ്റാന്ന് പറഞ്ഞ്. ഇവിടെ പിന്നെ അതാ ഒരുമിച്ച് ഇങ്ങോട്ട് വാർക്കലാണ് കേട്ടോ ചോറ്. ഞാൻ അവിടെ ആദ്യം ഒരു വട്ടടും പിന്നെ ഒരു വട്ടടും അങ്ങനെയൊക്കെയാണ് ഊറ്റിയെടുക്കൽ. ഉമ്മ ഇവിടെ ഈ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ കൊട്ടലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എളുപ്പമായി തോന്നി. ഒറ്റയടിക്ക് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. എന്നിട്ടത് മറ്റേ പാത്രത്തേക്ക് വെച്ചൊരു മൂടിയിട്ട് അങ്ങോട്ട് മൂടിയാൽ സിമ്പിൾ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ കഞ്ഞിവെള്ളം ഇവിടെ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. ഞാൻ കഞ്ഞി കുടിക്കലില്ല, കുട്ടികളും കുടിക്കലില്ല, എമ്മയും കുടിക്കലില്ല. എന്നാലും എൻ്റെ അമ്മ എന്നും ഒരു കുടുക്ക കഞ്ഞിവെള്ളം അങ്ങോട്ട് മാറ്റിക്കും. എന്നിട്ട് പിറ്റേന്ന് അതേപോലെ അങ്ങോട്ട് പുറത്തേക്ക് ഒഴിക്കും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെക്കണില്ല, അതേപോലെ അങ്ങോട്ട് ഒഴിവാക്കണം, എന്നിട്ട് ആ പാത്രം അങ്ങോട്ട് കഴുകി വെക്കണമെന്ന് പറഞ്ഞിട്ടാ. മഴ ഉണ്ട് ഇന്ന്, ഇടയിൽ മഴ നല്ല പെയ്യും, ഇടയ്ക്ക് കുറയും, അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ തുടക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് തോന്നി ഫ്രിഡ്ജിൻ്റെ ചോട്ട് കച്ചറ ഉണ്ട് എന്ന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ ചോടും കൂടി ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എന്നിട്ടാണ് തുടച്ചത്. തുടക്കുന്ന സമയത്ത് അസാനും അല്ലും മുറ്റത്താണ് കേട്ടോ. ഓരോ അകത്ത് നിർത്തി തുടച്ചാൽ തുടക്കൽ അങ്ങോട്ട് കഴിയൂല. ഓരോ നടക്കലും എൻ്റെ തുടക്കലും കൂടി ആകുമ്പോൾ പരിപാടി ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പം ഞാൻ ഓരോ പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തുടക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ സമാധാനത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാവണല്ലേ, എന്നാലല്ലേ ഒരു സമാധാനത്തിലും വൃത്തിയിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഉമ്മ മിറ്റടിച്ച് വരുന്നുണ്ട്, ഒരു രണ്ടാളും ഉമ്മാൻ്റെ ഒപ്പം ഉണ്ടേനു. മുറ്റത്ത് പിന്നെ എത്ര നേരം നിന്ന് പരത്തിയാലും നമുക്ക് അത്രക്കൊരിത് തോന്നൂല. പക്ഷെ അകത്താവുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇടങ്ങേറല്ലേ. പ്രത്യേകിച്ച് എൻ്റെ അവസാനമൊക്കെ ഇട്ടാൽ തുടക്കണ വെള്ളത്തിലോ അങ്ങോട്ട് കുളിച്ചിട്ടുണ്ടാവും. ഞാൻ പെനോയിലൊക്കെ ഒഴിച്ച വെള്ളം കൊണ്ടല്ലേ തുടക്കണത്. അപ്പം എന്തെങ്കിലും അസുഖം വരുമെന്നും എനിക്ക് പേടിയാണ്. പിന്നെ ഈ ടൈലുമ്മ വെള്ളം നിൽക്കണിൻ്റെ അമ്മക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും ഇവിടെ തുടക്കണം, എന്നാലേ ഈ ടൈലുമ്മത്തെ വെള്ളം ഇങ്ങോട്ട് പോരുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ തുടക്കണിടയിൽ അപ്പോഴും എൻ്റെ മനസ്സിൽ ടെൻഷനാണ്, ഇന്ന് തിരിച്ച് പോണോന്ന്. പിന്നെ എനിക്ക് തോന്നി നാളെ പോവാം, എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് ഇനി നാളെ പോവാന്ന്. പക്ഷെ എൻ്റെ ഫാദർ ഇല്ലോൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു, പോരുന്നില്ലേന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പം എന്തായാലും പോകേണ്ടി വരും എന്ന് ഉറപ്പായപ്പോൾ എൻ്റെ ആദ്യത്തിനിലാറ് മൂടങ്ങോട്ട് കുറഞ്ഞു വന്ന്. എന്നാലും കുഴപ്പമില്ല, ഇനി അടുത്ത മാസം ഇതേപോലെ നിൽക്കാൻ വരാലോ എന്നാണ് എൻ്റെ പ്ലാൻ. ഞാൻ അങ്ങനെ മാസം മാസം നിൽക്കാൻ വരലില്ല, പക്ഷേ ഇനി എന്തായാലും ഒരു മാസം കൂടുമ്പോൾ നിൽക്കാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോവാ, 10 ദിവസം ഇവിടെ നിന്നില്ല, അത്രയൊക്കെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ. എൻ്റെ അമ്മ അപ്പോഴും എന്നോട് പോകണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊരു 10 15 20 ദിവസം നിന്നാലും നമ്മളമ്മമാർ നാളെ പോയാൽ പോരേ എന്നല്ലേ നമ്മളോട് ചോദിക്കുക. എൻ്റെ അമ്മയെ അതന്നെ കേട്ടോ എന്നോട് ചോദിക്കുന്നത്. ഈ തുടക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുറ്റത്തേക്ക് പോയി വെക്കാൻ. ഉമ്മ മിറ്റടിച്ച് വരുമ്പോൾ നല്ല വൃത്തിനെ പറഞ്ഞില്ലേ, എന്തൊരു വൃത്തിയിൽ അറിയുമ്പോൾ മിറ്റടിച്ച് വരിക. കുറച്ച് കഴിയുമ്പോൾ ഈ വൃത്തി ഉണ്ടാവില്ല കേട്ടോ, ഒരു കാറ്റടിച്ചാൽ അപ്പാണ്ട് തീരും. എന്നിട്ട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയാം. ഞങ്ങൾക്ക് ആകെ 2 റൂമും ചെറിയൊരു ഡൈനിങ് ഹാളും ചെറിയൊരു കിച്ചണും ചെറിയൊരു കൊലായിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയും. പക്ഷെ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഫോൺ എടുത്താൽ അന്ന് പണി നേരം വെക്കും. പക്ഷെ ഞാൻ ചായ കഴിഞ്ഞാൽ ഫോൺ തോണ്ടലില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിയും. ഇനി കുളിക്കാനുണ്ട്, പക്ഷെ അതിൻ്റെ മുന്നേ കുറച്ച് മീനുള്ളൂ, അത് ഉമ്മ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തോണ്ടിരുന്നു വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ പോയില്ല, എനിക്ക് മടി വന്നു. ഉമ്മ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ എനിക്ക് മത്തി കൂട്ടാൻ പൂതിയാവുക മത്തി കണ്ടപ്പോൾ. അപ്പം ഞാൻ ഒരു കറക്റ്റ് 6 മത്തിയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ചെന്തോ കഷ്ണമീനും ഉണ്ട്. കോവക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് കോവക്ക ഉപ്പേരിയും വെക്കാം, ഇന്നലത്തെ മീൻകറി ഉണ്ട്, പപ്പടും അങ്ങോട്ട് കോവക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കി, പപ്പടും പൊരിച്ച്, ഇന്നലത്തെ മീൻകറിയും കൂട്ടി അങ്ങോട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് അമ്മാട്. നല്ല മഴ ഉണ്ട്, ഇപ്പം നല്ല മഴയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിന് കുറയും, വെയിലാവട്ടെ, അങ്ങനെയാണ്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നതും ഒരു സുഖമുള്ള പരിപാടിയാണ്. കട്ടിംഗ് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ അരിയുന്നത്. ഈ കത്തി ഉണ്ടല്ലോ, ചെറിയ കത്തിയാണെങ്കിലും നല്ല മൂർച്ചയാണ്, അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പണി അങ്ങോട്ട് പാളും. അല്ലുമോൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം വെച്ചിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത് ആ വാതിക്ക. പക്ഷെ ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരിക്കണം. ഒന്ന് വെള്ളം തലമ്മ തട്ടി അപ്പോൾ പനിക്കും, രണ്ടാക്കും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഒന്നില്ലെങ്കിൽ റഹീമിൻ്റെ അവിടെ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽമാസ് ഹോസ്പിറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പെൻസറി, ഈ 3 സ്ഥലത്ത് നിന്ന് പോരൽ വളരെ കമ്മിയാണ് എൻ്റെ ലൈഫിൽ. എന്നിട്ട് കോവക്ക ഞാനങ്ങോട്ട് ഫ്രൈ ആക്കി. നിങ്ങൾ ഇതുപോലെ കോവക്ക ഉപ്പേരി ഉണ്ടാക്കലുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇത്രയൊന്നും ഉണ്ടാവില്ല, ഇത് വാടി ചുങ്ങി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. എനിക്കും ഉമ്മാക്കും തൽക്കാലം ഇത് മതി, ഇവന്മാർ രണ്ടാളും ഇത് കൂട്ടൂലല്ലോ. പിന്നെ മീൻ ഞാൻ മസാല കൂട്ടി, നല്ല അടിപൊളിയാക്കി മസാല കൂട്ടിയിരുന്നു. കുട്ടികൾക്കുള്ളത് ഞാൻ വേറെ കൂട്ടി, എനിക്കും ഉമ്മാക്കുള്ളത് ഞാൻ ഇങ്ങനെ നല്ല മുളകും പൊടിയും ഉപ്പും കുറച്ച് എരിമ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കൂട്ടാന്ന് വിചാരിച്ചു. ഈ മത്തി ഉണ്ടല്ലോ, കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു, പക്ഷേ എന്തോ കുറച്ച്
കുറച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. ഈ കഷ്ണം മീൻ നല്ല ചീഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. ഫ്രഷേ അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. ഒഴിവാക്കാൻ പറ്റൂലല്ലോ. കഷ്ണം മീനും അല്ലുമോനിക്കും അസാനുവിനുമാണ്. ഓർക്ക് മത്തി കൂട്ടാൻ കൊടുക്കണത് എനിക്കിഷ്ടല്ല. അയിത്ത് മുള്ളിങ്ങനെ എടുത്തിടേണ്ടി വരില്ല. പിന്നെ ഓർക്കത് ഇഷ്ടൂല്ല. അല്ലുമോന് ഇങ്ങനത്തെ മീനിനോടാണ് പ്രത്യേകിച്ച് താല്പര്യം. അസാനുവിനും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചാളീന്ന്. പക്ഷെ എൻ്റെ അമ്മ അത് പിന്നെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ട്ടാ. ഇതിങ്ങനെ ഫ്രിഡ്ജിക്ക് കൊണ്ടുപോയി വെക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പം തന്നെയാണ് പൊരിച്ചാൽ പോരെ എന്ന് ഉമ്മ പൊരിച്ചിട്ടുണ്ടായിരുന്നു. മീൻ സെറ്റായി. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. നല്ല മഴ ഇങ്ങനെ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളും കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊരു സുഖം എന്നറിയാം. ഇന്ന് എണ്ണയൊക്കെ ഇട്ട് തല നനച്ചിട്ടാട്ടോ ഞാൻ കുളിച്ചത്. ഇന്നലെ ഒന്നും തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസമായി ഞാൻ തല നനച്ചിട്ട്. നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, ചിലപ്പോൾ ഒരു മടി നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവർക്ക് ചോറും കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് ചോറ് തിന്നിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പം ഞാൻ ഓർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഓർക്ക് ചോറ് കൊടുത്തു. പിന്നെ ഞാനും ചോറുന്നു. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.